ഹായ്, പെട്ടെന്ന് കാര്യം പറഞ്ഞോട്ടെ. നമുക്കുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സെൽഫ് ആക്സെപ്റ്റൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചുറ്റിലുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് പല പല പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ബിഹേവ് ചെയ്യണം. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ കൂടെ തന്നെ അവരും ചെയ്യണം എന്നുള്ളൊരു സമയത്താണ് സമയത്ത് നമുക്ക് തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് വരുന്നത് ആൾക്കാർ തമ്മിൽ. അപ്പോൾ ജസ്റ്റ് ആക്സെപ്റ്റ് ദ വേ ദേ ആർ. അവരെങ്ങനെയാണോ അതുപോലെ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എല്ലാം ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് മാറണം കേട്ടോ. കാരണം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എൻ്റെ ശരികൾ അത് എൻ്റെ ശരികൾ മാത്രമായിരിക്കും, അവരുടെ ഭാഗത്തുള്ള ശരികൾ അത് അവരുടെ ശരികളായിരിക്കാം. ആസ് ലോങ് ആസ് ഇറ്റ് ഡസൻ ഹേർട്ട് എനിബഡി, അത് ഒരാളുടെ ഇമോഷൻസിനെ ഹാം ചെയ്യുന്നില്ല, പേഴ്സണലി ഇമോഷണലി ഫിസിക്കലി ഒന്നും ഹേർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. അങ്ങനെ ചിന്തിക്കണം നമ്മൾ. അപ്പം ഓക്കെ ഫൈൻ, എവറിബഡി ഈസ് യുണീക്ക്, ഡിഫറെൻറ്റ് ഒപ്പീനിയൻ, ഡിഫറെൻറ്റ് വാല്യൂസ് ആൻഡ് പെർസെപ്ഷൻസ് ഉള്ള ആൾക്കാരാണ്. സോ നമ്മുടെ വർക്ക് പ്ലേസ് ആണെങ്കിലും, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും, ഫാമിലി സ്പേസ് ആണെങ്കിൽ പോലും, ടു ഗോ തിങ്സ് ബ്യൂട്ടിഫുള്ളി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെയൊക്കെ ട്രൂത്ത്, ഓക്കെ ലെറ്റ് ഇറ്റ് ബി, ഓക്കെ ഇഫ് ദാറ്റ് ഈസ് യുവർ ട്രൂ, ഇഫ് ഇറ്റ് ഡസൻ ഹാം മീ, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. സോ അങ്ങനെ ഒരു ചിന്ത, ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്, റൈറ്റ്? സോ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുക. ചിലപ്പോൾ ആൾക്കാർ എന്നോട് ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഇതാണ് ശരി എന്ന് പറയും, എൻ്റെ മനസ്സിലത് വേറെ ആയിരിക്കാം ശരി. പക്ഷേ എന്നിട്ട് ഓക്കെ ദാറ്റ്സ് ഫൈൻ, അത്രയേ ഉള്ളൂ കാര്യം. അല്ലാണ്ട് അതല്ല ഇതാണ് ശരി, ഇഫ് യു വാണ്ട് ടു പ്രൂവ് യുവർ പോയിൻറ്റ്, ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാക്കുക, ദാറ്റ്സ് നോട്ട് നെസസറി. ജസ്റ്റ് ഐ ചൂസ് പീസ്.